തലേന്ന് അച്ഛൻ കൊണ്ടുവന്ന് ചെമ്മീനുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നുള്ള പതിവ് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കട്ടയ്ക്ക് നല്ല ഇടിവെട്ട് മഴയും കൂടെ ഹെൽപ്പിന് അമ്മയുള്ളതുകൊണ്ട് വേഗം അത് ക്ലീൻ ചെയ്തെടുത്തേ. പിന്നെ മഴയത്ത് ജോലി ചെയ്യുക ഒരു പ്രത്യേക എനർജി ആണല്ലോ. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത്ര വലിയ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ. കാരണം അമ്മ സ്ഥിരം ചെമ്മീൻ കിട്ടുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ മുളകിട്ടെന്നൊക്കെ വേണേൽ പറയാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പോയി അരിയൊക്കെ ഊറ്റി കേട്ടോ. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറലുണ്ടല്ലോ, ചിലപ്പോൾ അതും ഞാനും ഒക്കെ ആയിട്ട് താഴെ കിടക്കും. അതുകൊണ്ട് അരി ഊറ്റുന്ന സ്ഥലത്തോട്ട് ഞാൻ പോയില്ല കേട്ടോ. വെറുതെ എന്തിനാ പണി ഇറന്ന് മേടിക്കുന്നതെന്ന് കരുതിയാണ്. കാരണം സ്ഥിരം ഇറന്ന് മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശീലമായി. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. ഇന്നത്തെ കറി ഇത് ചെമ്മീൻ മുളകിട്ടൊരു കറി കേട്ടോ. അത് വലിയ സ്പെഷ്യൽ കറിയൊന്നുമല്ല, ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിപ്പോൾ കഴിച്ച് കറിയോടൊരു പുച്ഛം, അത്രമാത്രം. പിന്നെ ഇന്ന് ചോറും കൊണ്ട് അമ്മ ആശുപത്രി പോകുന്നു. അതിന് വേണ്ടി കേട്ടോ ഈ കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ചെമ്മീനുണ്ട്. അതെനിക്ക് ഈ കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ചെമ്മീൻ റോസ്റ്റ് ആക്കി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെന്താ തക്കാളിയും ഒക്കെ ഇട്ട് അതിൻ്റെ പൊടിയും ഒക്കെ ഇട്ട് ഒരു ചെറിയ റോസ്റ്റ്. പിന്നെ റെസിപ്പി ആയിട്ടൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ട് ഈ കാണുന്ന കയ്യിൽ കിട്ടുന്നതൊക്കെ പൊടിയിട്ട് മുളക് പൊടി ഇട്ടൊരു വളരെ സിമ്പിളായിട്ടുള്ള റോസ്റ്റ്. പക്ഷേ അങ്ങനത്തെ റോസ്റ്റിന് നല്ല രുചിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ എടുക്കുന്നത്. പെട്ടെന്ന് വലിയ ആഡംബരമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് റോസ്റ്റ്. അങ്ങനെ റോസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചോറ് പൊതിയുന്നത് കണ്ടത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ പണ്ടൊക്കെ അടുക്കടുക്ക് പാത്രത്തിലല്ലേ കൊണ്ടുപോകുന്നത്. അമ്മ ഇത് ചോറ് സെപ്പറേറ്റ് പൊതിഞ്ഞിട്ട് ഓരോ കറിയും ഓരോ പാത്രത്തിലാക്കുക കേട്ടോ. അമ്മ പറഞ്ഞു ഇതാ അവർക്ക് എളുപ്പം, കാരണം അവർക്ക് മൊത്തവും കുഴഞ്ഞിരിക്കത്തില്ലല്ലോ. അമ്മ ചോറൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഞാൻ പോയി പാത്രം കഴുകുമ്പോഴും നല്ല മഴയുണ്ട്. എങ്ങനെയെങ്കിലും പാത്രം കഴുകി തീർന്നാൽ മതി, ജോലിയൊക്കെ തീർത്താൽ മതി എന്നുള്ള ചിന്ത എനിക്ക്. കാരണം ഞാൻ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ അമ്മേനെ സഹായിച്ച് അങ്ങനെ ജീവിച്ച് പോന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അമ്മ പൊതിച്ചോറ് കെട്ടുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം കേട്ടോ. കൊതിയൊന്നുമില്ല കേട്ടോ, ഒരാഗ്രഹം എനിക്ക് പൊതിച്ചോറ് കെട്ടണമെന്ന്. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞ് വാഴയില എടുത്ത് പൊതിച്ചോറ് കെട്ടിവെച്ചേ. കാരണം എനിക്ക് മാത്രം മതി, ഇവിടെ അങ്ങനെ ആർക്കും പൊതിച്ചോറ് വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. എനിക്ക് പിന്നെ ഒരു കുഞ്ഞൊരാഗ്രഹം. അങ്ങനെ ആ പൊതിച്ചോറൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു, അത് കഴിച്ചോട്ടോ. പുട്ടും തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ബിസിയായിരുന്നേ. ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുപോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ജോലി കഴിഞ്ഞ് അപ്പം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ബൈ.